ഹായ് ഫ്രണ്ട്സ്, മീൻ മുട്ടകളിലെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മത്തി, ചാള പോലെയുള്ള മീനുകളിലെ മുട്ടകളിൽ രണ്ടു തരം മുട്ടകൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം രണ്ടു തരത്തിലുള്ള മുട്ടകൾ കാണപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചില മുട്ടകളിൽ ചെറിയ ചെറിയ മുട്ടകൾ അടുക്കി വെച്ചതായും ചിലതിൽ മുട്ടകളില്ലാതെ മാംസകഷ്ണം പോലെയും കാണാറുണ്ട്. എന്നാൽ ചെറിയ ചെറിയ മുട്ടകൾ നിറഞ്ഞ രീതിയിൽ കാണപ്പെടുന്നവയിൽ നിന്നും അവ വളർന്ന് മീൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്ന് നമുക്കറിയാം. എന്നാൽ മാംസകഷ്ണം പോലെ കാണപ്പെടുന്നവയിൽ എങ്ങനെയാണ് മീൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ മാംസകഷ്ണം പോലെ കാണപ്പെടുന്ന മീൻ മുട്ടകൾ യഥാർത്ഥത്തിൽ പെൺമത്സ്യങ്ങൾ ആൺ മത്സ്യബീജവുമായി കൂടിച്ചേരാതെ അവയുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന മുട്ടകളാണ്. ഇവയിൽ നിന്നും മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യമല്ല. ഇവ വളർന്ന ഒടുവിൽ മത്സ്യം ഇവയെ പുറന്തള്ളുകയാണ് പതിവ്. അങ്ങനെ പുറന്തള്ളുന്ന ഇവയെ മറ്റു മത്സ്യങ്ങൾ ഭക്ഷണമാക്കുകയോ അവ വെള്ളത്തിൽ ലയിച്ചു ചേരുകയോ ചെയ്യാം. മുട്ടകൾ നിറച്ച നിലയിൽ കാണപ്പെടുന്നവയെ ഫെർട്ടിലൈസ്ഡ് എഗ്സ് എന്നും മാംസകഷ്ണം പോലെ കാണപ്പെടുന്നവയെ അൺഫെർട്ടിലൈസ്ഡ് എഗ്സ് എന്നുമാണ് വിളിക്കുന്നത്. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെയുള്ള റെയർ ഫാക്ട്സ് വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.